CPM പാർട്ടിയാണ് കഴിഞ്ഞ കുറേ കാലമായിട്ട് നമ്മുടെ തിരുവനന്തപുരം കോർപ്പറേഷൻ എടുത്തു കഴിഞ്ഞാൽ കണ്ടിന്യൂസ്ലി പോയിക്കൊണ്ടിരിക്കുന്ന അവർ തന്നെയാണ്. വരാൻ പോകുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പ്, പാർലമെന്റ് ഇലക്ഷൻ എല്ലാത്തിലും നമ്മൾ കാണുന്നത് തന്നെയാണ്. ഇപ്പം തൃശ്ശൂർ MP ആയിട്ട് സുരേഷ് ഗോപി എംപിയും ഉണ്ട്. അതെ, തിരിച്ച് സംസാരിക്കാൻ അറിഞ്ഞുകൂടാത്തവരൊന്നുമല്ല. പക്ഷെ അവർ സംസാരിക്കുമ്പോൾ പറയുന്നത് എന്താണ്, അവരൊരു പക്ഷം ചേർന്ന് പറയുന്നു. നമ്മൾ ആരോടും പറയുന്നില്ല നിങ്ങൾ ഇന്ന പാർട്ടിക്ക് കൊടുക്കണം, ഇന്ന ആളിന് കൊടുക്കണമെന്ന് ഒരിക്കലും പറയുന്നില്ല. ചേച്ചി നമസ്കാരം. നമസ്കാരം അതുല്യ. അങ്ങനെ വലിയ ചർച്ചയിലാണെന്ന് തോന്നുന്നത് നമ്മള്. വേറൊന്നുമല്ല, നമുക്കറിയാം എല്ലാവർക്കും ഇപ്പം ന്യൂസ് തുറന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ പത്രം എടുത്തു കഴിഞ്ഞാൽ തെരഞ്ഞെടുപ്പ് മാത്രം തന്നെയാണ് വിഷയം. വരാൻ പോകുന്ന തദ്ദേശ തിരഞ്ഞെടുപ്പിന് വേണ്ടിയിട്ട് ഇപ്പൊ CPM ആയിരുന്നാലും BJP ആയിരുന്നാലും കോൺഗ്രസ് ആയിരുന്നാലും മറ്റു ബാക്കി എല്ലാ പാർട്ടികളും ഒരുങ്ങി കഴിഞ്ഞിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസമായിരുന്നു ഈ നമുക്ക് പത്രിക പിൻവലിക്കാനുള്ള അവസാന സമയം എന്ന് പറയുന്നത്. അപ്പം ആ ഒരു സമയം കൂടി കഴിഞ്ഞതോടെ എനിക്ക് തോന്നുന്നു നമ്മുടെ വരാൻ പോകുന്ന ഇലക്ഷന്റെ ഒരു പൂർണ്ണമായിട്ടുള്ള ഒരു ചിത്രം തെളിഞ്ഞിരിക്കുകയാണ്. ഇതിൽ എനിക്ക് ഏറ്റവും എടുത്ത് പറയേണ്ട ഒരു സംഭവം എന്ന് പറഞ്ഞാൽ ഇന്നലെ ഏഷ്യാനെറ്റ് ന്യൂസ് കണ്ടപ്പം കണ്ടതാണ്. ഇത്രയും നമുക്കറിയാം CPM പാർട്ടിയാണ് കഴിഞ്ഞ കുറേ കാലമായിട്ട് നമ്മുടെ തിരുവനന്തപുരം കോർപ്പറേഷൻ എടുത്തു കഴിഞ്ഞാൽ കണ്ടിന്യൂസ്ലി പോയിക്കൊണ്ടിരിക്കുന്ന അവർ തന്നെയാണ്. അപ്പം അവർക്കിപ്പോൾ എന്തോ ഉള്ളിലൊരു പേടിയുള്ളത് പോലെയാണ് ഇപ്പൊ എനിക്ക് കുറച്ച് വാർത്തകളൊക്കെ കാണുമ്പോൾ തോന്നുന്നത്. അവർക്ക് പേടിയുള്ളത് കൊണ്ടാണല്ലോ പാർട്ടിയിലെ പ്രമുഖരെ കൊണ്ടുവന്ന് അവർ നിർത്തിയിരിക്കുന്നത്. പക്ഷെ അവർ പറയുന്നത് അതെ ചേച്ചി, ഫസ്റ്റ് ചേച്ചി പറഞ്ഞതുപോലെ ഈ പ്രമുഖര് പാർട്ടിയിലെ സെക്രട്ടറിമാരായിരുന്നവരെയും പ്രമുഖ പദവികൾ അലങ്കരിച്ചിരുന്നവരെ എല്ലാം CPM കൊണ്ടുവന്നപ്പോഴേ ഉറപ്പായിരുന്നു, ഇനി എന്തായാലും ചെറിയ കക്ഷികളെ ഇറക്കി കഴിഞ്ഞാൽ ഇത്തവണത്തെ തദ്ദേശ തിരഞ്ഞെടുപ്പ് പിടിക്കാൻ പറ്റില്ല എന്ന് CPM-ന് മനസ്സിലായതിന്റെ ആദ്യത്തെ തെളിവായിരുന്നു ഇപ്പൊ ചേച്ചി പറഞ്ഞതുപോലെ ഈ പ്രമുഖരെ ഇറക്കിയത്. രണ്ടാമത്തെ കേസ് എനിക്ക് തോന്നിയത് ചേച്ചി, ഈ ഇലക്ഷൻ ഓരോ കാൻഡിഡേറ്റ്സ് ഒക്കെ വന്നല്ലോ, അതിനുശേഷം ഈ ഭീഷണിപ്പെടുത്തൽ പല സ്ഥലങ്ങളിൽ നിന്നും വരുന്നത് കണ്ടു. അതും ഈ ഏരിയ സെക്രട്ടറിമാര്, ഈ വലിയ വലിയ ആൾക്കാരാണെന്ന് പറഞ്ഞാൽ നമ്മുടെ CPM-ന്റെ വലിയ സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവരാണ് വിളിച്ച് ഭീഷണിപ്പെടുത്തുന്നത്. മര്യാദയ്ക്ക് നിങ്ങൾ ഇതിൽ നിന്ന് പിൻവാങ്ങിക്കോ അല്ലെങ്കിൽ വിവരം അറിയും എന്നുള്ളൊരു സ്വരത്തിലായിരുന്നു പലരെയും ഭീഷണിപ്പെടുത്തിയതിന്റെ ഒരു അഹങ്കാരമാണ് അവർ കാണിക്കുന്നത്. പിന്നെ നമ്മൾ നടത്തും എന്തും ചെയ്യും എന്നുള്ള ഒരു ഇതാണ് സാധാരണക്കാരോട്. ഇപ്പം എല്ലാവരും നമ്മുടെ കൈപ്പിടിയിൽ ഒതുക്കി കൊണ്ടിരുന്ന ഒരു സംഭവം പോകുമെന്നറിയുമ്പോൾ എല്ലാവർക്കും ഒരു പേടി കാണത്തില്ലേ? ആ ഒരു പേടി തന്നെയാണ് ഇപ്പൊ CPM-നെ പിടിച്ചിരിക്കുന്നത്. മൂന്നാമത്തെ ഒരു കേസായിട്ട് എനിക്ക് തോന്നിയത് മറ്റൊന്നുമല്ല, ഇപ്പോൾ കോൺഗ്രസിനെതിരെ ആയിരുന്നാലും BJP-ക്ക് എതിരെ ആയിരുന്നാലും മത്സരിക്കുന്ന കാൻഡിഡേറ്റ്സിനെതിരെയും MLA-മാർക്കെതിരെയും ഒരുപാട് ആരോപണങ്ങൾ വരുന്നുണ്ട്. ഇതൊരു പതിവ് കാഴ്ച തന്നെയാണ്. ഇപ്പൊ എല്ലാ ഇലക്ഷനും, ഇപ്പൊ തദ്ദേശ തിരഞ്ഞെടുപ്പ് ആയിരുന്നാലും അതുപോലെ തന്നെ ഈ വരാൻ പോകുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പ്, പാർലമെന്റ് ഇലക്ഷൻ എല്ലാത്തിലും നമ്മൾ കാണുന്നത് തന്നെയാണ്. പക്ഷെ ഈ സമയത്തോട് അടുക്കുമ്പോഴുള്ള ഒരു വലിയ രീതിയിലുള്ള ഒരു ആരോപണം, അത് എസ്പെഷ്യലി എതിർ പാർട്ടികളെ വരുന്നുള്ളൂ. എനിക്ക് അതിൽ എടുത്തു പറയുന്നത്, ഇപ്പം ഫസ്റ്റ് നമുക്കറിയാം ചേച്ചി BJP-ക്ക് എതിരെയാണ് വന്നത്. നമുക്കറിയാം തിരുമല അനിൽ ചേട്ടന്റെ മരണത്തെ തുടർന്നുണ്ടായ ഒരു കോലാഹലം. ഏറ്റവും വലിയൊരു വിശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് തിരുമല അനിൽ ചേട്ടന്റെ മരണത്തോടനുബന്ധിച്ച് ഇപ്പൊ ഒരുപാട് സങ്കടപ്പെടുന്നത് CPM-കാരാണ്. അതാണ് എനിക്ക് ഏറ്റവും വലിയ ചിരി വരുന്നത്. കാരണം ഇതുവരെ അനിൽചേട്ടന് പാർട്ടിപരമായിട്ടല്ല വ്യക്തിപരമായിട്ട് അനിൽചേട്ടൻ എല്ലാവരുമായിട്ട് നല്ല സുഹൃത്താണെന്നാണ് പറയുന്നത്. പക്ഷെ അനിൽചേട്ടൻ മരിച്ചപ്പം മാത്രം ഇപ്പൊ ഇലക്ഷന് നിൽക്കുന്ന ഒരു സ്ഥാനാർത്ഥിക്ക് പോലും അനിൽചേട്ടന്റെ പേര് പറയുമ്പോൾ സങ്കടമാണ് വരുന്നത്. അത് എന്ത് ഇതാണെന്നുള്ളത് മനസ്സിലാകുന്നില്ല. ഇത്രയും സ്നേഹം പക്ഷെ അതൊരു നാണക്കേടാണ്. കാരണം വോട്ടിന് വേണ്ടിയിട്ട് ഒരു ഇപ്പൊ ഇല്ലാത്ത കഥകളൊക്കെ വരുന്നുണ്ട്. അത് ഇത്രയും ദിവസം ഇല്ലാതിരുന്നിട്ട് മരണം മാത്രമല്ല, ഈ സ്ഥാനാർത്ഥികളായിട്ട് ആദ്യം തീരുമാനിച്ചിരുന്നു, എന്നിട്ട് സീറ്റ് നൽകാത്തതിനെ തുടർന്ന് കുറച്ച് പേര് ആത്മഹത്യ ചെയ്തു. ആ ഒരു കേസ് വന്നപ്പോഴും BJP-ക്കെതിരെ വലിയ രീതിയിലുള്ള ആരോപണമാണ് CPM ഉയർത്തിയത്. അല്ലെ ഏറ്റവും ഒടുവിൽ എടുത്തു പറയേണ്ടത്, ഇത്രയും നാള് BJP ആയിരുന്നെങ്കിൽ ഇപ്പം കൊണ്ടുവന്നിട്ട് ഈ കോൺഗ്രസിനെതിരെയാണ് വലിയ രീതിയിലുള്ള, അത് എസ്പെഷ്യലി രാഹുൽ മാങ്കൂട്ടത്തിൽ. എനിക്ക് അവിടെ നിന്ന് മനസ്സിലായ ഒരു കാര്യം മറ്റൊന്നുമല്ല ചേച്ചി, ഇപ്പം CPM-ന് എന്തായാലും അവരുടെ തോൽവി അവർ ഉറപ്പിച്ചു കഴിഞ്ഞു. ഇനി എന്തായാലും ഇത്തവണ കോർപ്പറേഷൻ പിടിക്കില്ല എന്ന് CPM-ന് നല്ല രീതിയിൽ മനസ്സിലായിട്ടുണ്ട്. ഒന്നാമത്തെ കാര്യം, പ്രതിപക്ഷമായിട്ട് നിൽക്കുന്നത് BJP ആണ്. നമുക്കറിയാം നമ്മുടെ കേരളത്തിൽ അത്ര വലിയൊരു പാർട്ടിയൊന്നും ആയിരുന്നില്ല BJP എന്ന് പറയുന്നത്. എല്ലാവരും പറയുമായിരുന്നു താമര നമ്മുടെ കേരളത്തിൽ വിരിയില്ല എന്ന് പറഞ്ഞിരുന്നിടത്ത്, അതെ, കഴിഞ്ഞ തദ്ദേശ തിരഞ്ഞെടുപ്പ് നോക്കിയാൽ അറിയാം 35 സീറ്റ്, 34 നമ്മുടെ അനിൽ ചേട്ടൻ ഇപ്പൊ പോയപ്പോ 34 സീറ്റ്.
അത്രയും സീറ്റ് ഒറ്റയ്ക്ക് പിടിച്ചത് നമ്മുടെ BJP തന്നെയാണ്. അതുമാത്രമല്ല, ഒരിക്കലും ഒരു MLA സീറ്റ് രാജഗോപാലിലൂടെ അവർ വിരിയിച്ചിട്ടുണ്ട്. ഇപ്പം തൃശ്ശൂർ MP ആയിട്ട് സുരേഷ് ഗോപി അദ്ദേഹവും അതെ BJPയിൽ നിന്ന് തന്നെയാണ്. അപ്പം താമര വിരിയില്ല എന്ന് പറഞ്ഞിരുന്നിടത്ത് BJP ആ സ്ഥലത്ത് താമര വിരിയിച്ച് കളഞ്ഞു. അത് CPM-നെ പേടിപ്പിക്കുന്നുണ്ട്. അതെ, അത് മാത്രമല്ല, കഴിഞ്ഞ പാർലമെന്റ് ഇലക്ഷനിൽ നമുക്കറിയാം രാജീവ് ചന്ദ്രശേഖർ ആയിരുന്നു ശശി തരൂരിന് എന്താ പറയുക ഒത്ത സ്ഥാനാർത്ഥി എന്ന് പറയാം. അതെ, നല്ലൊരു കോമ്പറ്റീഷൻ അദ്ദേഹം കൊടുത്തിരുന്നു. 87ഓളം സീറ്റുകളിൽ അദ്ദേഹത്തിനായിരുന്നു മുൻതൂക്കം, 87ഓളം വാർഡുകളിൽ അദ്ദേഹത്തിനായിരുന്നു മുൻതൂക്കം എന്നാണ് റിപ്പോർട്ട് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പൊ അതൊക്കെ ഇവരെ പേടിപ്പിക്കുന്നുണ്ട്. അതെ, ശശി തരൂരിന് ആ ഒരു സ്ഥലത്ത് കൂടിയത് ഒരു 10,000-ലധികം വോട്ട് അവിടെ നിന്ന് കിട്ടിയത് കൊണ്ടാണ് ശശി തരൂർ ജയിച്ചത്. അല്ലെങ്കിൽ നമുക്ക് നിസ്സംശയം പറയായിരുന്നു കഴിഞ്ഞ പാർലമെന്റ് ഇലക്ഷനിൽ രാജീവ് ചന്ദ്രശേഖർ ആയിരിക്കും വിജയിക്കാൻ ചാൻസ് ഉണ്ടായിരുന്നത് അദ്ദേഹം തന്നെയാണ്. ഇപ്പൊ എന്തായാലും ആ ഒരു കണക്കൊക്കെ വെച്ച് നോക്കുമ്പോൾ CPM-ന് പേടിയുണ്ട് ചേച്ചി. ആ ഒരു പാർലമെന്റ് ഇലക്ഷനിൽ കിട്ടിയ ഒരു വോട്ട് ഈ പറയുന്നതൊന്നും ചില പാർട്ടിയിലെ അംഗങ്ങൾക്കൊന്നും ഇഷ്ടപ്പെടില്ല. പാർട്ടി പ്രമുഖർക്കല്ല ഇഷ്ടപ്പെടാത്തത്, അണികളെന്ന് പറഞ്ഞ് നടക്കുന്ന പലർക്കുമാണ് ഇഷ്ടപ്പെടാത്തത്. എന്താ പറയുക, ഇപ്പൊ സോഷ്യൽ മീഡിയ എടുത്തറിയാം, അവരെ പൊതുവെ അന്തംകമ്മികൾ എന്നാണ് സോഷ്യൽ മീഡിയയിൽ പലരും വിശേഷിപ്പിക്കാറുള്ളത്. ആരും എനിക്കിപ്പോൾ അങ്ങനെ വിശേഷിപ്പിക്കുന്ന തെറ്റ് തോന്നാത്തതിൻ്റെ ഒരു കാരണം എന്ന് പറയുന്നത്, ഇപ്പം ചിലവർ പറയത്തില്ലേ ഈ നേതാക്കന്മാർ കൊടുക്കുന്ന ക്യാപ്സ്യൂൾ വിഴുങ്ങിയിട്ട് തൊണ്ട തൊടാതെ അങ്ങ് വിഴുങ്ങും. പിണറായി വിജയൻ അല്ലെങ്കിൽ അതൊരു എക്സാമ്പിൾ ആയിട്ട് പറയുന്നതാണ്. അവരുടെ നേതാക്കന്മാർ എന്താണോ പറയുന്നത് അത് മാത്രമാണ് ശരി. ബാക്കി പാർട്ടിക്കാർ പറയുന്നതോ എന്തെങ്കിലും വികസനം വന്നാലോ, അയ്യോ ഇപ്പം കമ്പ്യൂട്ടർ നമുക്കറിയാലോ ചേച്ചി, നമ്മുടെ കേരളത്തിൽ എടുത്തു കഴിഞ്ഞാൽ എല്ലാ വികസനവും എടുത്തു കഴിഞ്ഞാൽ അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എതിർത്ത വികസനമായിരിക്കും. അതെ, ട്രാക്ടർ കൊണ്ടുവന്നപ്പോൾ എതിർത്തിരുന്നു. അതെ, പല സംഭവങ്ങളിലും നമുക്കറിയാം. വിഴിഞ്ഞത്തിന്റെ കേസ് തന്നെ കോൺഗ്രസ് നമ്മുടെ ഉമ്മൻചാണ്ടി കൊണ്ടുവന്ന ഒരു സ്വപ്ന പദ്ധതിയായിരുന്നു. അത് വികസന യാഥാർത്ഥ്യമായപ്പോൾ അവരുടെ പേരുകളാണ് വരുന്നത്. അതെ, പിണറായി വിജയന്റെ സ്വപ്നമായിട്ട് മാറി. എന്തായാലും കേരളത്തിലുള്ള ജനതകൾക്ക് ഇത് മനസ്സിലാവുമെന്ന് തന്നെയാണ് വിശ്വാസം. ആരാണ് ഇവിടെ വികസനം കൊണ്ടുവന്നതെന്നും ആ വികസനത്തെ ഒരു കാലത്ത് ആരാണ് എതിർത്തിരുന്നതെന്നും എന്തായാലും എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ട്. എതിർക്കുന്നവർക്കും ഇതൊക്കെ നന്നായിട്ട് അറിയാം. പക്ഷെ ഇപ്പൊ അതിലെ പറഞ്ഞതുപോലെ അങ്ങ് ഇറക്കുകയാണ് ചെയ്യുന്നത്. പക്ഷെ അതിനോട് വലിയ യോജിപ്പ് നിങ്ങൾ പറയുമ്പോൾ നമുക്കും പറയാൻ അറിയാം. നമുക്ക് പറയാൻ അറിഞ്ഞുകൂടാത്തവരൊന്നും അല്ല പത്രപ്രവർത്തകർ, ഈ മാധ്യമ പ്രവർത്തകർ എന്ന് പറയുമ്പോഴത്തേക്ക് തിരിച്ച് സംസാരിക്കാൻ അറിഞ്ഞുകൂടാത്തവരൊന്നും അല്ല. പക്ഷെ അവർ സംസാരിക്കുമ്പോൾ പറയുന്നത് എന്താണ്, അവരൊരു പക്ഷം ചേർന്ന് പറയുന്നു, അവര് മറ്റേ സംഘികളാണ്. അങ്ങനെ ഒരിക്കലും അല്ല. നമ്മുടെ യൂട്യൂബ് ചാനൽ എടുത്തിട്ട് ഉള്ളവർക്കറിയാം, നമ്മൾ നിഷ്പക്ഷമായിട്ട് മാത്രമേ കാര്യം പറഞ്ഞിട്ടുള്ളൂ. ഇപ്പം BJP-യുടെ ഒരു ന്യൂസ് ആയിരുന്നാൽ പോലും ഞങ്ങൾ പലരുടെ അഭിപ്രായം ആ ഒരു വീഡിയോ ഫുള്ള് കാണുന്നവർക്ക് എന്തായാലും അറിയാം. അതിൽ CPM-നെ അനുകൂലിച്ച് പറയുന്നവരുണ്ടായിരിക്കും, BJP അനുകൂലിച്ച് പറയുന്നുണ്ടായിരിക്കും, കോൺഗ്രസിനെ അനുകൂലിച്ച് പറയുന്നുണ്ട്. എല്ലാവരുടെയും ഒരു മിക്സഡ് റെസ്പോൺസ് തന്നെയാണ് ഞങ്ങൾ നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നത്. പക്ഷെ നിങ്ങൾക്ക് കാണുമ്പോൾ പറയുന്നത് ഇത് രണ്ട് കമ്മികൾ വന്നിരുന്ന് സംസാരിക്കുന്നത്. ഞങ്ങൾക്ക് അതിൻ്റെ ഒരാവശ്യവും നിലവിൽ ഇപ്പോൾ ഇല്ല. ഉണ്ടാകുമ്പോൾ നമ്മൾ നിങ്ങളെ അറിയിക്കും. കാരണം ഞങ്ങൾക്ക് വേറെ ഒരു ഇതൊന്നുമില്ല, ഞങ്ങൾ കമ്മികളാണ് അങ്ങനെ സംസാരിക്കുന്നത്. പക്ഷേ ഇപ്പോൾ നമ്മൾ പബ്ലിക് പറയുന്നതും നമ്മൾ വാർത്തകളിൽ നിന്ന് മനസ്സിലാക്കുന്നത്, സമൂഹത്തിൽ നമ്മൾ മനസ്സിലാക്കുന്നതുമായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ നിങ്ങൾക്ക് മുന്നിലേക്ക് കൊണ്ടുവരുന്നത്. അല്ലാതെ ഞങ്ങളുടെ പിന്നാലെ നടന്നിട്ട് ഇങ്ങനെ ഈ സമയം കളയാതെ നിങ്ങൾ എന്തായാലും നിങ്ങളുടെ നേതാക്കന്മാർക്ക് വേണ്ടിയിട്ട് നല്ല രീതിയിൽ പ്രവർത്തിക്കുക. തീർച്ചയായിട്ടും. കാരണം ഒരു 2 ആഴ്ച കൂടി സംസാരിക്കാൻ പഠിക്കൂ എന്നുള്ളതാണ്. അത് സ്ത്രീകളോടാണ്, പ്രത്യേകിച്ച് സ്ത്രീകളോട് മാന്യമായിട്ട് സംസാരിക്കുക. അങ്ങോട്ടൊരു റെസ്പെക്ട് കൊടുത്താലേ തിരിച്ചൊരു റെസ്പെക്ട് കിട്ടൂ എന്ന് പറയുന്നത് പോലെ റെസ്പെക്ട് കൊടുക്കുക. നിങ്ങളുടെ കൂടുതലും ഇപ്പോൾ ഇടയ്ക്ക് പറഞ്ഞു പോകുന്നതാണ്, വേറൊന്നും അല്ല. ബീഹാറിൽ ഏറ്റവും കൂടുതൽ വോട്ട് BJP-ക്ക് ലഭിച്ചത് സ്ത്രീകളിൽ നിന്നാണ്, ഇല്ലേ? അപ്പൊ ആ സ്ത്രീകൾക്ക് നേരെ നിങ്ങൾ കൊണ്ടുവരുന്ന അത്രയേ ഉള്ളൂ. പക്ഷെ നിങ്ങൾ ഇവിടെ സ്ത്രീകളോട് കാണിക്കുന്ന സംസ്കാരമില്ലാത്ത സംസാരത്തിനോടും മറുപടിയോടും ഒക്കെ പ്രതികരിക്കുന്നത് സ്ത്രീകൾ ചിലപ്പോൾ ആ ഭാഷയിലായിരിക്കും, വോട്ടിലൂടെയൊക്കെ ആയിരിക്കും. അതുകൊണ്ട് ഈ അവസാന നിമിഷത്തിൽ ഇനി കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ അല്ലേ തെരഞ്ഞെടുപ്പിന്, ആ സമയത്തെങ്കിലും അത്യാവശ്യം നല്ലതായിട്ട് കാര്യങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോവുക, ജനങ്ങൾക്ക് ഉപകാരപ്രദമായ കാര്യങ്ങൾ ചെയ്യുക എന്നൊക്കെ ഉള്ളതാണ് നമുക്ക് പറയാനുള്ളത്. ഇനിയെല്ലാം വരുന്നിടത്ത് വെച്ച് കാണാമെന്നുള്ളതാണ് അല്ലേ? അത്രയും
ഉള്ളൂ. ഇലക്ഷന് ചേച്ചി പറഞ്ഞതുപോലെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. നല്ല രീതിയിൽ എല്ലാ പാർട്ടികളും പ്രവർത്തിക്കട്ടെ. എല്ലാവരും ഒരേപോലെ പ്രവർത്തിക്കുക. ഏത് പ്രവൃത്തിയാണ് ജനങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നത്, അല്ല ആരിലാണ് വിശ്വാസം വരുന്നത്, അവർക്ക് അവർ വോട്ട് ചെയ്യട്ടെ. അതെ, ഒരിക്കലും പാർട്ടിയല്ല നോക്കുന്നത്, വ്യക്തികളെയാണ് നോക്കുന്നത്. തദ്ദേശത്തിനായിരിക്കും നോക്കുന്നത്. ജനങ്ങളോടാണ് ഇനി പറയാനുള്ളത്, ആര് ജയിച്ചാലായിരിക്കും നിങ്ങൾക്ക് തുടർ ഭരണം വരണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ അത് ചെയ്യുക. BJPക്ക് വോട്ട് വേണമെങ്കിൽ അത് ചെയ്യുക. അല്ല ഇതൊന്നും വേണ്ട കോൺഗ്രസിനാണെങ്കിൽ അങ്ങനെ ചെയ്യുക. അതൊക്കെ നിങ്ങളുടെ താല്പര്യമാണ്. നിങ്ങളാണ് തീരുമാനിക്കേണ്ടത് വോട്ട് ആർക്ക് കൊടുക്കണം എന്നുള്ളത്, അല്ലേ? നമ്മളല്ല. നമ്മൾ ആരോടും പറയുന്നില്ല നിങ്ങൾ ഇന്ന പാർട്ടിക്ക് കൊടുക്കണം, ഇന്ന ആളിന് കൊടുക്കണമെന്ന് ഒരിക്കലും പറയുന്നില്ല. ജനങ്ങൾക്കറിയാം, അവർ മണ്ടന്മാരൊന്നും അല്ല. അപ്പോൾ അവർക്കറിയാം ആർക്ക് കൊടുക്കണമെന്ന്. അപ്പോൾ വരുന്ന തെരഞ്ഞെടുപ്പ് ശക്തമായിട്ട്, അല്ലേ, വലിയൊരു പോരാട്ടം തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അതിലാര് ജയിക്കും ആര് വീഴും എന്നറിയില്ല. നമുക്ക് എന്തായാലും നല്ലവർ വരട്ടെ, ഭരിക്കാൻ അറിയാമെന്നുള്ളവരും അല്ലെങ്കിൽ ജനങ്ങൾക്ക് ഉണ്ടാവട്ടെ എന്ന് മാത്രം ആഗ്രഹിക്കാം. കാരണം നമ്മുടെ പ്രധാന സ്ഥലമായിട്ടുള്ള കിഴക്കേക്കോട്ടയിൽ നമുക്കറിയാം ഇത്രയും വർഷം CPM ഭരിച്ചിട്ട് ഒരു റെസ്റ്റ് റൂം പോലും ഇല്ലാതിരിക്കുന്ന ഒരു ഭക്തന്മാര് മാത്രമല്ല, ഡെയിലി എത്രയോ ആളുകൾ വന്നു പോകുന്ന ഒരു സ്ഥലമാണ്. പത്മനാഭസ്വാമി ക്ഷേത്രമുണ്ട്, തിയേറ്ററുകളുണ്ട്, പ്രമുഖ ഒരു സ്ഥലം. അവിടെ ഒരു ടോയ്ലറ്റ് ഇല്ല എന്നുള്ളത് ഏറ്റവും വലിയ സങ്കടകരമായ ഒരു കാര്യമാണ്. വഴിയോരത്താണ് എല്ലാവരും കാര്യങ്ങൾ നടത്തി പോകുന്നത്. അപ്പം നമ്മുടെ കേരളം മാലിന്യമുക്തമാവോ അതോ മാലിന്യ കേരളമാവോ എന്നുള്ളത് അറിയില്ല. ഇതാണ് ആദ്യം ശ്രദ്ധിക്കേണ്ടത്. വികസനങ്ങൾ വലിയ വികസനം തുടങ്ങുന്നതിന് മുമ്പ് ചെറിയ വികസനം നടത്തി പോകുന്നതായിരിക്കും നല്ലത്, ജനങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന വികസനങ്ങൾ. അതുകൊണ്ട് അത്രയും വികസനങ്ങളൊക്കെ വരുന്നത് ആരാണോ അവർക്ക് ജനങ്ങൾ വോട്ട് ചെയ്യും എന്നുള്ളതാണ്, അല്ലേ? അതെല്ലാം ഇനി വരുന്ന കുറച്ച് ദിവസത്തിനുള്ളിൽ നമുക്ക് ഇതിൻ്റെ വിശദമായ ചർച്ചകളിലും വാർത്തകളിലൂടെയൊക്കെ പോവാം. അതുവരെ വീണ്ടും കാണാം. അതെ.